പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാം വലിയ തലക്കെട്ടിൽ വാർത്ത വന്നു. ഇങ്ങനെ പ്രേംകുമാർ ഈ ഒരു വിഷയത്തിൽ അവരെ ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സമരം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. അത് ഒരു വല്ലാത്ത ഒരു ചർച്ചയായി മാറി. അതൊരു ഗവൺമെന്റിനെതിരെ പോലെ ഉള്ള ഒരു വിമർശനം എന്നൊക്കെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണവും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാനൊരു മൈക്ക് വെച്ച് കെട്ടി അവരോട് പറഞ്ഞതല്ല. ഇത് വളരെ സൗഹൃദമായ ഒരു സംഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യം ആരോ അത് പത്രത്തിന് കൊടുത്തു. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ശരി, പിറ്റേ ദിവസം വാർത്തയായി. ആ വാർത്ത വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മനോരമയിൽ വാർത്ത വരുന്നു, ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ചെയർമാൻ വരുന്നു. അപ്പോൾ അതൊരു 3-4 പേരുകളുടെ ഒരു ഇത് കാണിച്ചിട്ട് അതിൽ ഇപ്പോൾ വന്ന നിയുക്തനായ ചെയർമാൻ്റെ പേരുൾപ്പെടെ അത് നിങ്ങളുടെ ഫയലുകളിൽ കാണുമല്ലോ, മനോരമയുടെയൊക്കെ ഫയൽ ഇത് കാണാം. ഇത് വന്ന് ഒരു 3-4-5 ദിവസത്തിനകത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ തന്നെ ഞാൻ നേരെ സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ ചെന്നു. ഇതിനൊരു വ്യക്തത വരുത്തി തരേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പുനഃസംഘടന വരുന്നു, ഒരു മാറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഓഫീസിൽ പിന്നീട് നമുക്ക് പോയി പ്രവർത്തിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. കാര്യം മറ്റ് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആ രീതിയിലായിരിക്കും. അദ്ദേഹം എന്തായാലും മാറാൻ പോകുന്ന ആൾ, പുതിയൊരാൾ വരും. അപ്പോൾ ഇത് ഒരു അവ്യക്തത ഇങ്ങനെ തുടരുമ്പോൾ ഞാൻ ആ മന്ത്രിയുടെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ചോദിച്ചു, ഇതിനൊരു വ്യക്തത വരുത്തണം. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ചെയർമാനെ വെക്കണമെങ്കിൽ അത് വെച്ചോളൂ, അത് A or B, അതെന്ത് എൻ്റെ വിഷയമല്ല. പക്ഷേ അത് നിങ്ങളൊരു വ്യക്തത വരുത്തിയിട്ട് നിങ്ങളത് പ്രഖ്യാപിക്കണം എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. പക്ഷേ അത് അങ്ങനെയൊന്നുമില്ല, അത് വെറും മാധ്യമ വാർത്തകളാണെന്ന് പറഞ്ഞു. ശരി, വീണ്ടും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് പോകുന്ന സമയത്താണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ വിവരം അറിയുന്നത്. എൻ്റെ വിഷയം ഇതവിടെ ഒരു കാലാവധി എന്നോ സാങ്കേതികമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സാങ്കേതികമായ കാലാവധി. പക്ഷെ കാലാവധിയൊക്കെയാണ് ഒരു വിഷയമെങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ ഉള്ള എല്ലാ അക്കാദമികളും എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കാലാവധി തുടരുകയാണ്. കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ ആയി. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നു, അതൊന്നും എൻ്റെ വിഷയമല്ല. അപ്പോൾ മാറ്റിയത് എൻ്റെ വിഷയമേ അല്ല. അത് ഞാൻ കൂടി അവിടെ അടുത്ത് പറഞ്ഞതാണ്. ഒരു പുതിയ ചെയർമാനായിട്ട് താൽക്കാലിക ചുമതലയിൽ ഒരാളല്ല, ഒരു ചെയർമാൻ്റെ പൂർണ്ണ പദവിയുള്ള ഒരാളുണ്ട്. അയാൾക്ക് മാത്രമേ അവിടെ കൃത്യമായി പ്രവർത്തിക്കാനും പറ്റൂ. അപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഈ ആശ്വാസമരത്തിന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് വിഷയമെന്ന് പറയുന്നു. അതാണ് വന്ന വാർത്ത. അപ്പോൾ എൻ്റെ വിഷയം അതാണ്. നിങ്ങൾ ക്ലാരിറ്റിയോട് കേൾക്കണം. അത് ക്ലാരിറ്റിയോട് പറയേണ്ടത്, ഒരു സ്ഥാപനത്തിൽ 4 വർഷത്തോളം വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി, ഏറ്റവും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തി, മറ്റൊരു പരാതിയും എന്നെക്കുറിച്ചില്ല, ഏതെങ്കിലും ഒരു ആക്ഷേപം എന്നെക്കുറിച്ച് അവിടെ പറയാനില്ല. മന്ത്രി തന്നെ പലതവണ എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഗംഭീരമായ പ്രവർത്തനമായിരുന്നു പ്രേംകുമാറിൻ്റെതെന്ന് പ്രശംസിച്ച പശ്ചാത്തലത്തിൽ എന്ത് അടിയന്തര സാഹചര്യമാണ് അന്ന് എന്നെ പുറത്താക്കാനുള്ളത് എന്ന ഒരു ചോദ്യം നിൽക്കുന്നു. ഓക്കെ, പുറത്താക്കി. പക്ഷേ ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് 2.5 വർഷത്തോളം മാസം വെറും 10,000 രൂപയാണ് ഓണറേറിയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ആശാസമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ആ ഒരു റെമ്യൂണറേഷൻ പറ്റിക്കൊണ്ട് സിനിമകളധികം അങ്ങനെ ചെയ്യാതെ അത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത ഒരാൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് ചെയർമാൻ്റെ ഒരു ഓണറേറിയം കിട്ടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഇതിൽ ഒരു പരാതിയും ഞാൻ ഒരു പൈസ പോലും കൂട്ടി ആവശ്യപ്പെട്ടില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് എനിക്ക് ചില സിനിമാ താരം എന്നുള്ള നിലയ്ക്കൊക്കെ ചില ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അവർ നൽകുന്ന പ്രതിഫലം, ഇതൊക്കെയാണ് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടെ ഇത്രയും ഇതായിട്ട് വർക്ക് ചെയ്ത ഒരാൾ അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ പുറത്താകുന്ന വിവരം അത് പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ഒരു ചെയർമാൻ്റെ ഗതികേട്, പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ചെയർമാൻ്റെ ഗതികേട്, അതാണ് എൻ്റെ വിഷയം. അതെൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. ഒരു കലാകാരനല്ലേ ഞാൻ, ഒരു കലാപ്രവർത്തകൻ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, അപ്പോൾ എന്താണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് പല വേദികളിലും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് എഴുത്തുകാരൻ്റെ എഴുതാനുള്ള സ്വാതന്ത്ര്യമോ കലാകാരൻ്റെ കലാസൃഷ്ടികൾക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമോ മാത്രമല്ല, അത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഈ വിമർശനവും സ്വയം വിമർശനവും അതിലൂടെ തിരുത്തലുകളും അതൊക്കെയാണ് സഖാവ് പി കൃഷ്ണപിള്ളയാണ് എന്നിലൊരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉണ്ടാക്കിയത്. അപ്പം സഖാവ് പി കൃഷ്ണപിള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇതിലെല്ലാം വിമർശനം, സ്വയം വിമർശനം, അത് ഉൾക്കൊള്ളുക, അതിലൂടെ തിരുത്തുക, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആത്മപരിശോധന നടത്തി അത് കറക്റ്റ് ചെയ്യുക.